കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ 3-ാം അധ്യായം 10-ാം വാക്യം. ഒരിക്കൽ പ്രശോഭിച്ചിരുന്നത് അതിനെ അതിശയിക്കുന്ന മറ്റൊരു ശോഭ മൂലം നിഷ്പ്രഭമായി തീർന്നു. മങ്ങി മറഞ്ഞു പോയത് തേജസ്സുള്ളതായിരുന്നെങ്കിൽ നിലനിൽക്കുന്നത് തീർച്ചയായും അതിനേക്കാൾ തേജസ്സുള്ളതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇത് മാച്ചു കളഞ്ഞ ഒരു തേജസ് അതിൻ്റെ മേൽ വന്നു. അതിൽ വിശദീകരിച്ച് പറയാൻ എനിക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട്. മോശ കൊടുത്ത പ്രമാണത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ വിശദീകരിച്ച് പറയുമ്പോൾ നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്ന ആ പ്രകാശനം മൂലം അത് മങ്ങി മറഞ്ഞു പോയെങ്കിൽ വന്നത് അതിനേക്കാൾ പ്രകാശിക്കുന്നതും നിലനിൽക്കുന്നതുമാ. അത് ക്രിസ്തുവിലുള്ള വിശ്വാസമാ. അതുകൊണ്ട് പൂർണ്ണമായത് വന്നപ്പോൾ അപൂർണമായത് അസ്തമിച്ചു പോയി. അപ്പൊ നിയമത്താൽ ഒരു ബലിയർപ്പണമോ ഒരു ശുശ്രൂഷയോ ഇനി ശേഷിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അത് ഉദ്ധരിച്ചുകൊണ്ട് ഒരു ബലിയർപ്പണമെന്നോ അതുവഴിയുള്ള ഒരു ശുശ്രൂഷയെന്നോ നമുക്കിനി പറയാൻ അവകാശമില്ല. പ്രൈസ് ദി ലോർഡ്. ഇനി 2, പൂർണ്ണമായ പാപപരിഹാര ബലി അർപ്പിക്കാൻ മനുഷ്യന് കഴിയുമായിരുന്നെങ്കിൽ യഹൂദ നിയമപ്രകാരം അർപ്പിച്ചിരുന്ന ബലികൾ ധാരാളം മതിയാകുമായിരുന്നു. കാരണം അതിൽ പ്രശംസയ്ക്ക് യോഗ്യമായതുപോലെ ഭക്തിയുടെ പാരമ്യതയും അതിവിശുദ്ധവും എന്ന് അവർ തന്നെ ഘോഷിക്കുകയും അതിന് അടയാളങ്ങളായിട്ട് യഹൂദ പുരോഹിതന്മാർ വരെ മരിച്ചു പോകാൻ ഇടയായ സാഹചര്യം നാം ഓർക്കും. അത് ധാരാളം മതിയായിരുന്നു. മനുഷ്യന് അതിന് യോഗ്യമായ ഒരു പരിഹാര ബലി അർപ്പിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ യഹൂദ പുരോഹിതന്മാരുടെ ബലി ധാരാളം മതിയാകുമായിരുന്നു. എന്നാൽ ദൈവം അതിനായിട്ട് ഇങ്ങനെ മതിയാകുമായിരുന്നുവെങ്കിൽ കർത്താവായ യേശു സ്വർഗം വിട്ട് ഇറങ്ങേണ്ട കാര്യവും ഉണ്ടായിരുന്നില്ല. വീണ്ടും ഇന്നും അത് ആവർത്തിക്കേണ്ടതുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി യേശു ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയേണ്ടി വരും. ലോകമാരും അത് പറയില്ല. ലോകത്തൊരു വിശ്വാസിക്കും പറയാൻ കഴിയില്ല. ഒരു മതത്തിനും പറയാൻ കഴിയില്ല. അത് സംഘടനയ്ക്കും പറയാൻ കഴിയില്ല. യേശു ക്രിസ്തുവിൽ പൂർത്തീകരിച്ചിരിക്കുന്നു. ഇനി അത് ആവർത്തിക്കേണ്ടതുണ്ടെങ്കിൽ ക്രിസ്തുയേശുവിൽ അത് പൂർത്തീകരിച്ചിട്ടില്ല എന്ന് നാം പറയേണ്ടി വരും. അപ്പോൾ ക്രിസ്തു വിരോധികളായി തീരുന്ന വ്യവസ്ഥയിലേക്ക് നാം വഴുതി പോകും. അതുകൊണ്ട് യേശു ക്രിസ്തുവിൽ അത് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും അത് ആവർത്തിക്കേണ്ടി വരും. യഹൂദ പുരോഹിതന്മാരും തങ്ങളുടെ ബലികൾ ആണ്ടുതോറും ആവർത്തിച്ചുകൊണ്ടല്ലേ ഇരുന്നത്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു താൻ അർപ്പിച്ച ആ വീണ്ടെടുപ്പ് ബലി വഴി എന്നേക്കുമായി ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി പരിഹാരം ചെയ്തിരിക്കുന്നു. ഹെബ്രായ ലേഖനം 10:1-2 എന്ന വാക്യങ്ങളിൽ ഞാനത് വായിക്കാം. അതിനാൽ ആണ്ടുതോറും ഒരേ ബലി തന്നെ അർപ്പിക്കപ്പെടുന്നെങ്കിലും അവയിൽ സംബന്ധിക്കുന്നവരെ പൂർണ്ണരാക്കാൻ അവയ്ക്ക് ഒരിക്കലും കഴിയുമായിരുന്നില്ല. അവയ്ക്ക് കഴിയുമായിരുന്നെങ്കിൽ ബലിയർപ്പണം തന്നെ നിന്നു പോകുമായിരുന്നില്ലേ? ദൈവവചനം ഇപ്രകാരം വെളിപ്പെടുത്തിയിരിക്കുന്നതിനാൽ പൂർത്തി വരുത്താൻ കഴിയുന്ന ബലി പിന്നീട് ആവർത്തിക്കപ്പെടേണ്ടതില്ല. സത്യം അതാണ്. പൂർത്തി വരുത്താൻ കഴിയുന്ന ഒരു ബലി പിന്നീട് ആവർത്തിക്കപ്പെടേണ്ടതില്ല എന്ന് സുവ്യക്തം. ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി യേശുവിൻ്റെ മരണവും ഉത്ഥാനവും കൊണ്ട് പൂർത്തീകരിച്ചതല്ലേ? പിന്നെ അതിൻ്റെ അനുകരണത്തിൻ്റെയും ആവർത്തനത്തിൻ്റെയും ആവശ്യം എന്ത്? അവൻ അർപ്പിച്ച പാപപരിഹാര ബലി മറ്റാരാലും നിർവഹിക്കാൻ കഴിയാത്തതും അവൻ്റെ പൗരോഹിത്യം അതുല്യമായ ദൈവത്വത്തിൻ്റെ പൂർണ്ണതയുമല്ലേ? പ്രൈസ് ദി ലോർഡ്. നാം മനസ്സിലാക്കേണ്ട വ്യവസ്ഥ ഇതാ. അവൻ്റെ പൗരോഹിത്യം അതുല്യമായ ദൈവത്വത്തിൻ്റെ പൂർണ്ണതയാണ്. അതുകൊണ്ടാണ് അവന് മാതാവോ പിതാവോ വംശപരമ്പരയോ ഇല്ല. അവൻ്റെ ദിവസങ്ങൾക്ക് ആരംഭമോ അവസാനമോ ഇല്ല. ദൈവപുത്രന്റെ സദർശനായി അവൻ എന്നേക്കും പുരോഹിതനാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ പൗരോഹിത്യം കൈമാറ്റപ്പെടുന്നുമില്ല. ഇപ്രകാരം വ്യവസ്ഥ ചെയ്യപ്പെട്ടിരിക്കുന്ന യേശുക്രിസ്തുവിനാൽ പൂർത്തീകരിച്ച ആ ബലിയർപ്പണം മറ്റ് വ്യാജമായ ഏതെങ്കിലും പ്രവൃത്തിയിലൂടെ അനുകരണങ്ങളിലൂടെയോ കാണിച്ചാൽ അത് വചനവിരുദ്ധമാണ്. അതുകൊണ്ട് വചനവിരുദ്ധമായത് നമുക്ക് തിരിച്ചറിയണം. ക്രിസ്തുവിൻ്റെ നാമത്തിൽ അറിയപ്പെടുന്ന അനേക പാരമ്പര്യ സഭകളിൽ ക്രിസ്തുവിൻ്റെ കാൽവരി ബലിയുടെ ആവർത്തനങ്ങളും അനുകരണങ്ങളും കുർബാന എന്ന ശുശ്രൂഷയിലൂടെ നടത്തപ്പെടുന്നുണ്ട്. പലപ്പോഴും നാം തള്ളിക്കളയുന്ന കാര്യങ്ങൾ വേദപുസ്തകം അനുസരിച്ചുള്ള വലിയ കാര്യങ്ങളാണ്. ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വചനവും നമുക്ക് തള്ളിക്കളയാൻ കഴിയുകയില്ല. ഇതിൽ നിന്ന് വള്ളിയോ പുള്ളിയോ നമുക്ക് മാറ്റാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഇത് അപ്രധാനമെന്ന് പറയാൻ ഒരുത്തർക്കും സാധ്യമല്ല. വേദപുസ്തകത്തിലെ മുഴുവൻ വചനങ്ങളും പൂർണ്ണതയും സ്വർഗത്തിൽ ഇപ്പോഴും രേഖപ്പെടുത്തിയിരിക്കുന്നതുമാണ്.
അതുകൊണ്ട് നിസ്സാരങ്ങൾ എന്നത് പറഞ്ഞ് തള്ളിക്കളഞ്ഞ് വേറെ ഏതെങ്കിലും വിധത്തിൽ അതിൻ്റെ സ്വഭാവമോ ഗുണമോ മാറ്റി പ്രത്യക്ഷതയിൽ കാണിച്ചാൽ ദൈവീക പദ്ധതിക്ക് അനുസരിച്ചുള്ളതല്ല എന്ന് നാം മനസ്സിലാക്കണം. അതായത് നിസ്സാരമെന്ന് കരുതുന്നത് ഗൗരവമുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് നമുക്കറിയാം, ഏതെങ്കിലും ശുശ്രൂഷ തെറ്റായി വചനവിരുദ്ധമായി അറിയുന്നുണ്ട് എങ്കിൽ അത് നാം സ്വീകരിക്കരുത് എന്ന് തന്നെ ദൈവവചനത്തിൽ നിക്ഷിപ്തമായിരിക്കുന്ന ആജ്ഞയാണ്. ബലിയർപ്പണം എന്ന് തന്നെയാണ് കുർബാന എന്ന ശുശ്രൂഷയെ വിശേഷിപ്പിക്കുന്നത്. ബലിയർപ്പണം യേശുക്രിസ്തുവിൽ പൂർത്തീകരിച്ച് എന്ന് മേലുദ്ധരിക്കപ്പെട്ട വചനങ്ങളിൽ നിന്ന് നാം പഠിച്ചു കഴിഞ്ഞു. ബലിയർപ്പണം യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിൽ പൂർത്തീകരിച്ചു എന്ന് നാം മുൻപ് പറഞ്ഞ വചനങ്ങളിൽ നാം പഠിച്ചു കഴിഞ്ഞു. ബലിയും പുരോഹിതനും തമ്മിലുള്ള ചേർച്ച ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങൾ പോലെ പ്രാധാന്യമുള്ളതാണ്. എന്നേക്കുമുള്ള ഏകബലി അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ അത് സകലരെയും പാപത്തിൽ നിന്ന് വിടുവിച്ച് ദൈവസന്നിധിയിൽ പ്രീതിയുള്ളതാക്കിക്കൊണ്ട് കർത്താവ് മഹത്വത്തിന്റെ സിംഹാസനത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. ഇനി അവൻ വരുന്നത് പാപപരിഹാരാർത്ഥമല്ല, ഇനി അവൻ വരാനിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന നമുക്ക് അവിടുത്തെ കാത്തിരിക്കുന്ന നമ്മെ സന്തോഷിപ്പിക്കാൻ വേണ്ടി വരുന്നതാ. അവൻ എന്നേക്കുമായി അവൻ പരിഹാരം ചെയ്തിട്ട് വിജയത്തിനായി നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് ദൈവസന്നിധിയിൽ ഉപവിഷ്ടനായിരിക്കുന്നു. അതുകൊണ്ട് ഇനി അതിൻ്റെ ഒരു ആവർത്തനം നടത്തുന്നു എന്ന് പറഞ്ഞാൽ വലിയ ദൈവദൂഷണം തന്നെയാണ്. അതുകൊണ്ട് ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങൾ പോലെ ദൃഢതയിൽ ഒന്നായിരിക്കുന്ന ബലിയും പൗരോഹിത്യവും. ബലി ഇന്ന് അവസാനിച്ചു, പൂർണ്ണതയിൽ യേശു അത് പൂർത്തീകരിച്ചു എന്ന് ഈ വചനത്തിൽ നിന്നും പഠിച്ചു കഴിഞ്ഞ് നമുക്ക് ഇനി ബലിയർപ്പണം ഉണ്ടോ, ബലി നിന്നു പോയെങ്കിൽ പുരോഹിതന്റെ ആവശ്യം എന്തിനാ പറയുക? പൗരോഹിത്യ ശുശ്രൂഷ ഇല്ലാതെ ബലിയുണ്ടോ? ബലി അർപ്പിച്ചു കഴിഞ്ഞുവെങ്കിൽ പുരോഹിതന്റെ ദൗത്യവും തീർന്നിരിക്കുന്നു. നമുക്ക് അത് പങ്കുവെക്കാം. ബലിയർപ്പണം യേശുക്രിസ്തുവിൽ പൂർത്തീകരിച്ചു എന്ന് മേലുദ്ധരിക്കപ്പെട്ട സകല വചനങ്ങളിൽ നിന്നും നാം പഠിച്ചു കഴിഞ്ഞു. ബലിയും പുരോഹിതനും തമ്മിലുള്ള ചേർച്ച ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങൾ പോലെ പ്രാധാന്യം അർഹിക്കുന്നു. അതായത് ഒന്നില്ലെങ്കിൽ മറ്റേതുമില്ല. ബലിയർപ്പണം നിന്നു പോയെങ്കിൽ പുരോഹിതന്റെ കാലവും തീർന്നുപോയി. കാരണം ബലിയർപ്പണത്തിൻ്റെ ശുശ്രൂഷ പദവിയാണ് പുരോഹിത സ്ഥാനം. ബലിയില്ലെങ്കിൽ പുരോഹിതനുമില്ല. യേശുക്രിസ്തുവിൻ്റെ മരണത്തെ നമുക്ക് ഓർമ്മയാചരിക്കാൻ അവിടുന്ന് അവസരം തന്നിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അപ്പസ്തലന്മാരും ഒരുമിച്ച് അവസാനത്തെ അത്താഴ സമയത്ത് അവിടുന്ന് അപ്പം എടുത്ത് മുറിച്ചിട്ട് ഇപ്രകാരം അരുളി ചെയ്തല്ലോ. എന്തെന്നാ പറയുന്നത്? ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. അപ്പം ഈ ഒരു ഓർമ്മ ആചരണം ഇതിൻ്റെ പ്രത്യേകതയായി നാം ആചരിക്കണമെന്ന് കടപ്പെട്ടവരാണ് നമ്മൾ. ഈ ഓർമ്മ ആചരണം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാൽവരി മരണത്തിൻ്റെ ഓർമ്മ എന്നതല്ലാതെ അതൊരു ബലിയായിട്ട് ആചരിക്കാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നില്ല. യേശുക്രിസ്തുവിൻ്റെ കാൽവരി മരണത്തിൻ്റെ ഓർമ്മ ആചരിക്കുന്ന ശുശ്രൂഷ ആദിമ സഭകളിൽ തന്നെ ആരംഭിച്ചു. അപ്പസ്തോലന്മാരുടെ കാലത്ത് തന്നെ ആ ശുശ്രൂഷ നിലവിലുണ്ട്, അവരത് നിർവഹിച്ചിരുന്നു എന്ന് നമുക്ക് അപ്പസ്തോല ചരിതം പരിശോധിക്കുമ്പോൾ മനസ്സിലാകും.